സ്നേഹം, ദിവ്യസ്നേഹം, സ്നേഹം, ദിവ്യസ്നേഹം. 3 സ്ഥലങ്ങളെക്കുറിച്ച് ഈ ദിവസം നിങ്ങളോട് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. യേശുക്രിസ്തു ഈ ലോകത്തിൽ വന്ന് ജനിച്ചിട്ട് കേവലം 33.5 വർഷക്കാലം മാത്രമാണ് ഈ ഭൂമിയിൽ ആയിരുന്നതെന്ന് വേദപുസ്തകത്തിൽ കൂടി നമുക്ക് കാണുവാനായിട്ട് കഴിയും. 30 വയസ്സുവരെ ആ കർത്താവ് മാറി നിൽക്കുവാൻ ഇടയായി. 12 വയസ്സുണ്ടായിരുന്നതായ സമയത്ത് അവനെക്കുറിച്ച് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ദൈവാലയത്തിൽ ഇരുന്നു കൊണ്ട് ന്യായപ്രമാണ പണ്ഡിതന്മാരോട് ചോദ്യം ചോദിച്ച് അതുപോലെ അവരുടെ ചോദ്യങ്ങൾക്ക് മറുപടി കൊടുത്തും ഒരു ചെറിയ ബാലൻ ആയിരിക്കാതെ വലിയ ജ്ഞാനിയായിട്ട് സ്വർഗീയ വിഷയങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നതായിട്ട് കാണുവാൻ കഴിയും. മാതാപിതാക്കൾ അന്വേഷിച്ചു വന്ന് ദേവാലയത്തിൽ വെച്ച് അവനെ കണ്ടപ്പോൾ അവൻ ചോദിച്ചു, ഞാൻ പിതാവിൻ്റെ വേലയിലായിരിക്കുന്നു എന്നത് നിങ്ങൾക്കറിയില്ലേ? അതിനുശേഷം അവർ മാതാപിതാക്കളെ അനുസരിച്ച് ജീവിക്കുന്നതായിട്ട് കാണാം. 30 വയസ്സ് ആയതായ സമയത്ത് വീണ്ടും അവൻ സമൂഹത്തിലേക്ക് വന്നു. ഞാനിങ്ങനെ ചിന്തിക്കുന്നു, ആ 18 വർഷങ്ങളോളം അവൻ തൻ്റെ മാതാപിതാക്കളെ സഹായിച്ചുകൊണ്ട് മാനുഷിക ജീവിതത്തിലെ കഷ്ടതകളെക്കുറിച്ചും ദുഃഖത്തെയും വേദനയെയും ഞെരുക്കത്തെയും കഷ്ടപ്പാടിനെയെല്ലാം അനുഭവിക്കുകയായിരുന്നുവെന്ന് അവൻ നമ്മെ നന്നായിട്ട് മനസ്സിലാക്കുന്നവനാണ്. ഒരിക്കലും കഷ്ടത എന്താണെന്ന് അറിയാത്ത വ്യക്തിക്ക്, വിശപ്പ് എന്താണെന്ന് അറിയാത്ത വ്യക്തിക്ക്, വിയർപ്പൊഴുക്കുന്നത് എന്താണെന്ന് അറിയാത്തതായ വ്യക്തിക്ക്, വായിൽ സ്വർണ്ണക്കരണ്ടിയുമായി ജനിച്ച വ്യക്തിക്ക് ഒരു പാവപ്പെട്ടവന്റെ വേദന എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയുമോ? കഴിയുകയില്ല. വിശപ്പിന് മുൻപേ ആഹാരം ലഭിക്കുന്നതായ വ്യക്തിക്ക് വിശപ്പിന്റെ വില എന്താണെന്ന് അറിയുവാനായിട്ട് കഴിയുമോ? ദൈവമായ കർത്താവ്, പാപവുമായി ബന്ധമില്ലാത്ത ആ കർത്താവ്, സ്വർഗത്തിൽ മഹാസിംഹാസനത്തിൽ ഇരിക്കുന്നതായ ദൈവം, സ്വർഗമെന്റെ സിംഹാസനവും ഭൂമി എന്റെ പാദപീഠവും എന്ന് പറഞ്ഞ ദൈവം, രക്തവും മാംസവും ഉള്ളവനായിട്ട് ഈ ലോകത്തിൽ വന്ന് ജനിച്ചപ്പോൾ നാം പാപത്താൽ വരുത്തിവെച്ചതായ കഷ്ടതയും ദുഃഖവും ശാപവും വേദനയും ബുദ്ധിമുട്ടുകളും അവന് മനസ്സിലാക്കുവാൻ കഴിഞ്ഞു. കാരണം അവനും നമ്മെപ്പോലെ തന്നെ മനുഷ്യനായിട്ട് ജനിക്കുവാനിടയായി. നമ്മുടെ ശോധനകൾ അനുഭവിച്ചു, നമ്മെപ്പോലെ കഷ്ടത അനുഭവിച്ചു, നമ്മെപ്പോലെ കണ്ണുനീരൊഴുക്കി, നമ്മെപ്പോലെ വിശപ്പ് അനുഭവിച്ചു, നമ്മെപ്പോലെ വിയർപ്പൊഴുക്കി, നമ്മെപ്പോലെ ദുഃഖങ്ങൾ അനുഭവിച്ചു, നമ്മെപ്പോലെ അവൻ ഉറങ്ങി. 30 വർഷങ്ങൾക്ക് ശേഷം അവൻ വെളിയിൽ വന്നു. സ്നാപക യോഹന്നാനാൽ സ്നാനം സ്വീകരിച്ചു. സ്നാപക യോഹന്നാൻ അതിശയിക്കുവാനിടയായി. കാരണം അവൻ രക്ഷകനാണെന്നും മിശിഹായാണെന്നും അവൻ ദൈവത്തിന്റെ പുത്രനാണെന്നും യോഹന്നാന് അറിയാമായിരുന്നു. ഇതാ ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് എന്ന് തന്റെ ശിഷ്യന്മാർക്ക് അവൻ പരിചയപ്പെടുത്തി കൊടുക്കാനിടയായി. എന്നാൽ ആ യേശുക്രിസ്തു തന്റെ അടുക്കൽ വന്നിട്ട് സ്നാനപ്പെടുവാൻ തീരുമാനമെടുത്തപ്പോൾ, അയ്യോ എന്താണിത്, ഞാൻ അങ്ങാൽ സ്നാനപ്പെടേണ്ടവനാണ്, എന്റെ കീഴിലാണോ അങ്ങ് സ്നാനം സ്വീകരിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ, ഞാനൊരു മാതൃകയായി തീരാനാണ് ലോകത്തിലേക്ക് വന്നതെന്ന് പറഞ്ഞു. ഒരു മനുഷ്യനായിട്ട് ജീവിക്കുവാൻ, ഒരു മനുഷ്യനായിട്ട് ദൈവത്തിന്റെ ഹിതപ്രകാരം എങ്ങനെ ജീവിച്ചാലാണ് ദൈവം സന്തോഷിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ, മറ്റുള്ളവർക്ക് മാതൃകയായി തീരുവാൻ വേണ്ടി വന്നിരിക്കുന്നത് കൊണ്ട് ഞാൻ പറഞ്ഞതുപോലെ ചെയ്യുവാനായിട്ട് പറഞ്ഞു. അവൻ വെള്ളത്തിൽ നിന്ന് പുറത്തേക്ക് വന്നപ്പോൾ പരിശുദ്ധാത്മാവ് പ്രാവെന്ന രൂപേണ അവന്റെ ശരീരത്തിലേക്ക് വന്നിറങ്ങി. അവൻ ഗലീല സമുദ്രതീരത്തുകൂടെ നടന്നിട്ട് മത്സ്യം പിടിക്കുന്നതായ ആളുകളെ കണ്ട്, നിങ്ങൾ എന്നെ അനുഗമിക്കുക, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കി മാറ്റാമെന്ന് പറഞ്ഞു. അവൻ രാത്രി മുഴുവൻ മലമുകളിൽ കയറി പ്രാർത്ഥിച്ചിട്ട് തനിക്ക് ആവശ്യമായ 12 ശിഷ്യന്മാരെ പിന്നീട് തിരഞ്ഞെടുത്തു. അതിൽ യൂദാ ഇസ്കരിയോത്തും ഉണ്ടായിരുന്നു. എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ അതിനാണ്, അതായത് അതിന് അവൻ കഴിവുള്ളവരെ മാത്രമല്ല തിരഞ്ഞെടുക്കുന്നത്, വിദ്യാസമ്പന്നരായവരെയല്ല അവൻ തിരഞ്ഞെടുക്കുന്നത്, അവൻ പാവപ്പെട്ടവരെ തിരഞ്ഞെടുക്കുന്നു, ബലഹീനരെ തിരഞ്ഞെടുത്തു, അജ്ഞാനികളെ തിരഞ്ഞെടുത്തു, ഭോഷന്മാരെ തിരഞ്ഞെടുത്തു. എന്തുകൊണ്ടെന്നാൽ തന്റെ ശക്തി അവരിൽ കൂടി വെളിപ്പെടുത്തേണ്ടതിന്. യൂദാ ഇസ്കരിയോത്തിന് തെറ്റായ ആലോചനയുണ്ടെന്ന് അവന് അറിയാമായിരുന്നു. എങ്കിലും തന്നോടുകൂടിയായിരിക്കുമ്പോൾ
തന്നോടുകൂടെ നടക്കുന്ന സമയത്ത് അവനിൽ മാറ്റമുണ്ടാകുമെന്ന് വിചാരിച്ചാണ് തിരഞ്ഞെടുത്തത്. അങ്ങനെ 12 ശിഷ്യന്മാരെയും തൻ്റെ കൂടെ കൂട്ടിയിട്ട് കർത്താവ് പ്രസംഗിച്ചു, അത്ഭുതങ്ങൾ ചെയ്തു. പലവിധമായ രോഗത്താൽ ഭാരപ്പെടുന്നതായ അനേകം ആളുകൾക്ക് സൗഖ്യം കൊടുത്തു. അനൗൺസ്മെന്റ് ഒന്നും ചെയ്തില്ല, ഇവിടെ സൗഖ്യമുണ്ടെന്നൊന്നും പറഞ്ഞില്ല. അവനൊരു ദിവസം പത്രോസിന്റെ അമ്മായിമ്മയുടെ വീട്ടിൽ ചെന്നു. അവരപ്പോൾ പനിയാൽ ഭാരപ്പെടുകയാണ്. കർത്താവ് അവളെ തൊട്ടപ്പോൾ അവിടെ പനി മാറിപ്പോയി, ക്ഷീണമെല്ലാം മാറിപ്പോയി. അപ്പോൾ തന്നെ എഴുന്നേറ്റ് അവർക്ക് ആവശ്യമായ ശുശ്രൂഷകൾ ചെയ്തു കൊടുത്തു. ഒരു രോഗം മാറ്റുന്നതിന് വേണ്ടി ആ അമ്മായിമ്മയെ അങ്ങോട്ടും ഇങ്ങോട്ടുമെല്ലാം നടത്തി അനേക ചികിത്സകൾ നടത്താനിടയായി. ഒരു ക്ഷണം യേശുക്രിസ്തുവിന്റെ കരം സ്പർശിച്ചപ്പോൾ പനി മാറുന്നുവെങ്കിൽ ആ നാട്ടുകാരെല്ലാം ആ അത്ഭുതങ്ങൾ കണ്ടിട്ട് ആ ദേശത്തുണ്ടായിരുന്നതായ അനേകം രോഗത്താൽ ഭാരപ്പെടുന്ന അനേകം ആളുകളെ അവിടെ കൊണ്ടുവരുവാനിടയായി. അവരുടെ വീടിന് മുൻപിൽ കൊണ്ടുവന്നപ്പോൾ ആ കഫർനഹൂമിലുള്ളതായ അനേകം ആളുകളെ, രോഗികളെ കൊണ്ടുവന്നപ്പോൾ, എനിക്ക് സമയമില്ല, ഞാൻ സൗഖ്യം നൽകാൻ വേണ്ടിയല്ല ഇപ്പോൾ വന്നിരിക്കുന്നത് എന്ന് പറയാതെ അവൻ എല്ലാവരെയും സൗഖ്യപ്പെടുത്തുവാനിടയായി. യേശുവിന്റെ നാമത്തിൽ സൗഖ്യമുണ്ട്, വിടുതൽ ഉണ്ട്. അവൻ ഓരോരുത്തർക്കും സൗഖ്യം കൊടുക്കുന്നു. എന്നാൽ ഓരോരുത്തർക്ക് ഏത് രീതിയിൽ കൊടുക്കണമെന്നുള്ളത് ദൈവത്തിന്റെ ഹിതത്തിൽ ഉള്ള കാര്യമാണ്. ഒരു അന്ധൻ വന്നിട്ട് നിനക്ക് മനസ്സുണ്ടെങ്കിൽ എനിക്ക് കാഴ്ച നൽകണമേ എന്ന് പറഞ്ഞപ്പോൾ അവൻ കരം വെച്ച് കാഴ്ച നൽകി. അതേപോലെ തന്നെ മറ്റൊരു വ്യക്തി വന്ന് ചോദിച്ചപ്പോൾ അവൻ എന്താണ്, നിലത്ത് തുപ്പി അല്പം മണ്ണെടുത്ത് കുഴച്ച് അവന്റെ കൺപോളയിൽ വെച്ചിട്ട് കഴുകാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെയാണ് ചെയ്തത്. ഓരോരുത്തരെയും ഓരോരോ രീതിയിലാണ് സൗഖ്യപ്പെടുത്തിയത്. കാരണം അവന്റെ ഇഷ്ടം എന്താണെന്ന് വെച്ചാൽ ആ വ്യക്തിയെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരണമെന്നുള്ളതാണ്. നിന്റെ വിശ്വാസമാണ് നിന്നെ രക്ഷിച്ചിരിക്കുന്നതെന്ന് കർത്താവ് അവരോട് പറയാനിടയായി. ആ 3.5 വർഷത്തിന്റെ കാലയളവിൽ ഗലീല പ്രദേശത്തെല്ലാം സഞ്ചരിച്ചു. വളരെ ചെറിയൊരു സ്ഥലമാണ്, കുറച്ചിടം മാത്രമേ ഉള്ളൂ. യെരുശലേം പട്ടണത്തിലും ബേത്ലഹേമിലും ഗലീലയിലും ആ പാലസ്തീൻ പ്രദേശത്തിന്റെ കുറച്ച് ഭാഗങ്ങളിൽ മാത്രമാണ് അദ്ദേഹം സഞ്ചരിച്ചത്. അവിടെ മാത്രമാണ് തന്റെ ശുശ്രൂഷ ചെയ്തത്. ഒരു പുസ്തകം എഴുതിയിട്ടില്ല, ഒരു പാട്ടെഴുതിയിട്ടില്ല, ഒരു TV പ്രോഗ്രാമോ റേഡിയോ പ്രോഗ്രാമോ ചെയ്തിട്ടില്ല, ഒരു ഉണർവ് മീറ്റിംഗും സംഘടിപ്പിച്ചിട്ടില്ല. എന്നാൽ അവൻ കടന്നു പോകുന്ന സമയത്തെല്ലാം ജനങ്ങൾ അവിടെ കൂട്ടമായിട്ട് കടന്നു വരുമായിരുന്നു. അവൻ സമുദ്രതീരത്ത് പോയിരുന്നപ്പോൾ ജനങ്ങൾ അവിടെ കൂട്ടം കൂട്ടമായി വന്നിട്ട് അവന്റെ അടുക്കൽ വന്നിരുന്ന് വചനം സംസാരിക്കുക എന്ന് അവനോട് അപേക്ഷിക്കുവാനിടയായി. അത്രത്തോളം ദാഹമായിരുന്നു യേശുവിന്റെ വചനം കേൾക്കുന്നതിന് വേണ്ടി. കാരണം അവന്റെ വചനത്തിൽ ജീവനുണ്ടായിരുന്നു, അവന്റെ വാക്കുകളിൽ പ്രശ്നത്തിന് പരിഹാരമുണ്ടായിരുന്നു, അവന്റെ വാക്കുകളിൽ ആശ്വാസമുണ്ടായിരുന്നു, അവന്റെ വാക്കുകളിൽ ശക്തിയുണ്ടായിരുന്നു. അവൻ വചനത്തിൽ കൂടി അനേകരുടെ ജീവിതത്തിൽ വലിയ വിടുതലുകൾ കൊടുത്തു. കൊടുങ്കാറ്റിനെ ശമീപിച്ചു, സമുദ്രത്തെ ശാന്തമാക്കി. ഈ ദിവസവും ആ യേശുവിന്റെ വചനമാണ് നാം പറയുന്നത്. ആ വാക്കുകൾ നാം പറയുമ്പോൾ അന്നുണ്ടായിരുന്ന അത്ഭുത കാര്യങ്ങൾ ഇന്നും നടക്കാനിടയാകും. ഇന്ന് നിങ്ങൾ കേൾക്കേണ്ടത് മനുഷ്യരുടെ വാക്കുകളല്ല, ദൈവത്തിന്റെ വചനമാണ്. വചനമാണ്. എവിടെ സൗഖ്യം കൊടുത്താലും, അനേകർക്ക് വിടുതൽ കൊടുത്താലും, എല്ലാത്തിന്റെയും നടുവിൽ അവനവരോട് വചനം പറഞ്ഞു. അവർക്കൊരു സന്ദേശം കൊടുത്തു, അവർക്ക് ഉപദേശം കൊടുത്തിരുന്നു. അതിനുശേഷമാണ് അത്ഭുതങ്ങൾ ചെയ്തിരുന്നത്. നിങ്ങൾക്കറിയാമല്ലോ, ഞാൻ പറയുകയാണെങ്കിൽ അവനെ കാണിച്ചു കൊടുത്തതായ രാത്രിയിൽ തന്റെ ശിഷ്യന്മാരെ വിളിച്ചുകൂട്ടി ഒരു അപ്പമെടുത്ത് നുറുക്കിയിട്ട് പറഞ്ഞു, ഇത് നിങ്ങൾക്ക് വേണ്ടി നുറുക്കപ്പെട്ട എന്റെ ശരീരം. നിങ്ങൾ ഇത് കഴിക്കുമ്പോഴൊക്കെയും എന്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവീൻ എന്ന് പറഞ്ഞു. അതിനുശേഷം അവൻ വീഞ്ഞെടുത്തുകൊണ്ട്, ഇത് നിങ്ങൾക്ക് വേണ്ടി ചൊരിയപ്പെട്ട എന്റെ രക്തം, ഇതിനെ കുടിക്കുമ്പോഴൊക്കെയും നിങ്ങൾ എന്നെ ഓർക്കുമാറാകണം എന്ന് പറഞ്ഞു. ശിഷ്യന്മാർക്കൊന്നും മനസ്സിലായില്ല എന്താണ് എന്ന്. കർത്താവ് പറഞ്ഞു, നിങ്ങളോടൊപ്പം കഴിക്കുന്ന അവസാന അത്താഴമാണിത്. ഇനിയും ഞാൻ നിങ്ങളോടൊപ്പം ആഹാരം കഴിക്കുകയില്ല. സ്വർഗത്തിൽ വെച്ചായിരിക്കും നാം ആഹാരം കഴിക്കുന്നത്. ആ വാക്കുകൾ അവർക്കൊന്നും മനസ്സിലായില്ല. അതിനാണ് അന്ത്യ അത്താഴമെന്ന് പറയുന്നത്. അന്നത്തെ അത്താഴത്തിന് ശേഷം അവർ എന്താണ് പതിവ് പോലെ ഗെത്സമന തോട്ടത്തിലേക്ക് പോകാനിടയായി. ആ ഗലീലിയ പ്രദേശത്ത് ഗെത്സമന തോട്ടത്തിൽ ആ രാത്രി യേശുക്രിസ്തു പ്രാർത്ഥിക്കാനിടയായി. ക്രൂശ് അവിടെയാണ് ആരംഭിച്ചത്. 3.5 വർഷക്കാലത്തെ ശുശ്രൂഷയ്ക്ക് ശേഷം മുഴങ്കാലിൽ ഇരുന്നു കൊണ്ട്, നീ എന്തിനു വേണ്ടിയാണോ ഈ ലോകത്തിലേക്ക് വന്നത്, ആ കാര്യം ചെയ്യുന്നതിന് വേണ്ടി എൻ്റെ സമയം വന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് മുഴങ്കാൽ മടക്കി ഗെത്സമന തോട്ടത്തിൽ അവൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. നിന്റെ പാപത്തിന്, നിന്റെ തെറ്റുകൾക്ക് ശിക്ഷ വരേണ്ടതാണ്. എന്നാൽ നിന്റെ യേശുക്രിസ്തു, നമ്മുടെ യേശുക്രിസ്തു നമ്മുടെ പാപഭാരത്തെ, നമ്മുടെ ശാപത്തെ മുഴുവനും അവൻ വഹിക്കുവാനിടയായി. ഒരു മനുഷ്യന്റെ ദുഃഖം പോലും താങ്ങുവാൻ കഴിയാതെ ആത്മഹത്യ ചെയ്യുന്നതായ ആളുകൾ ഉള്ളപ്പോൾ
ഇത്രയും ആളുകളുടെ സകല പാപഭാരവും അവന്റെ മേൽ വരുന്നതായ സമയത്ത് അവനത് സഹിക്കുവാൻ കഴിയാതെ വണ്ണം ഭാരമേറിയതായിരുന്നു. മാനവന്റെ സകല ശാപവും ഒരു കയ്പേറിയ വിഷം പോലെ ഒരു പാത്രത്തിൽ നിറച്ച് അവന്റെ മുൻപിലേക്ക് വച്ചു നീട്ടിയപ്പോൾ പാപത്തിന്റെ ആ ദുർഗന്ധം, വെറുക്കുന്നതായ ആ പാപം നമ്മുടെ മുൻപിലേക്ക് വരുമ്പോൾ നാം ചീയെന്ന് പറയാറുണ്ട്. ഭൂതഭാവികാല പാപങ്ങൾ വന്നപ്പോൾ സകല മനുഷ്യരുടെയും പാപം അവന്റെ മേൽ വന്നതായ സമയത്തവൻ സഹിക്കുവാൻ കഴിയാതെ നിലവിളിച്ച് കർത്താവിനോട് പ്രാർത്ഥിച്ചപ്പോൾ അവന്റെ രക്തം വിയർപ്പ് തുള്ളികളായി നിലത്തിറ്റിട്ട് വീഴുവാനിടയായി എന്ന് ദൈവവചനം പറയുന്നു. ക്രൂശ് തോളിൽ വെച്ച് ചുമന്ന സമയത്തല്ല അവൻ പാപത്തിന്റെ ഭാരം ചുമന്നത്. ഗെത്സമന തോട്ടത്തിൽ വെച്ച് മാനസികമായിട്ട് വേദനകളും അതുപോലെ മാനസികമായി ദുഃഖങ്ങളും അനുഭവിച്ചു. കണ്ണുനീരും ദുഃഖവും സങ്കടവും അവൻ സഹിച്ചു. അവനെന്താണ് സങ്കടം? അവനെന്താണ് വേദന? അവന് നമ്മെപ്പോലെയുള്ള പ്രശ്നങ്ങളില്ല. അവനിൽ പാപത്തിന്റെ ബീജം ഇല്ല. അവനിൽ പാപം ഇല്ല. അവനിൽ ഒരു ദോഷവും കാണുന്നില്ല എന്ന് പറഞ്ഞ് പീലാത്തോസ് കൈ കഴുകാനിടയായി. ഇവനിൽ കുറ്റമില്ല എന്ന് പീലാത്തോസ് വെളിപ്പെടുത്തി. പിന്നെ എന്തുകൊണ്ടാണ് ഒരു കുറ്റവും ചെയ്യാത്തവൻ ഇത്രയും വലിയ ശിക്ഷ? അത് നിന്റെ ശിക്ഷയാണ്, എന്റെ ശിക്ഷയാണ്, നമ്മുടെ ശിക്ഷയാണ് അവൻ ക്രൂശിൽ വഹിച്ചത്. അവൻ നീതിയുള്ളവനായ ദൈവമായിരിക്കുന്നത് കൊണ്ട് അന്നാരെങ്കിലും പാപം ചെയ്താൽ ആ പാപത്തിന് പരിഹാരമായി ഒരു ആട്ടിൻകുട്ടിയെ കൊന്നിട്ട് അതിന്റെ രക്തമെടുത്ത് പുരോഹിതൻ ജാഗ്രതയോടുകൂടി വിശുദ്ധ സ്ഥലത്തേക്ക് പോകണം. എന്നാൽ ആടിന്റെ രക്തം കൊണ്ടല്ല ഇന്ന് നമ്മൾ വിമോചിക്കപ്പെട്ടിരിക്കുന്നത്. നിർദോഷിയും നിഷ്കളങ്കവുമായ ക്രിസ്തുവിന്റെ രക്തത്താൽ നിങ്ങൾ വിടുവിക്കപ്പെട്ടിരിക്കുന്നില്ലേ? നമ്മുടെ പാപത്തിൽ നിന്ന് നമ്മെ വിടുവിക്കുന്നതിന് വേണ്ടിയാണ് അവൻ ആ ക്രൂശിൽ വേദന സഹിച്ചത്. ആ ഗെത്സമന തോട്ടത്തിൽ വെച്ച് അവൻ തന്റെ രക്തത്തെ ഒഴുക്കി. ആരോടും പങ്കുവയ്ക്കാൻ കഴിയാത്ത ദുഃഖമുണ്ടോ നിന്റെ മനസ്സിൽ? ആരോടും പറയുവാൻ കഴിയാത്ത വേദനയുണ്ടോ നിന്റെ ഹൃദയത്തിൽ? നീ തന്നെ അതിനെക്കുറിച്ച് ചിന്തിച്ച് ആകുലപ്പെട്ട് എന്തു ചെയ്യണമെന്ന് അറിയാൻ കഴിയാതെ നിന്റെ ജീവിതത്തെ തന്നെ നശിപ്പിക്കുന്നതായ ഒരു ചിന്തയിലായിരിക്കുന്നോ? യേശുക്രിസ്തുവിന് നിന്നെ മനസ്സിലാക്കുവാൻ കഴിയും. നിന്റെ ദുഃഖത്തെ, നിന്റെ ആകുലതയെ, നിന്റെ വേദനയെ അന്ന് ആ ഗെത്സമന തോട്ടത്തിൽ വെച്ച് തന്നെ അവൻ വഹിക്കാനിടയായി. അതുകൊണ്ട് ഇന്ന് അവന്റെ നാമത്തിൽ നിനക്ക് സൗഖ്യമുണ്ട്. അവനിൽ വിശ്വാസം അർപ്പിച്ചാൽ നിനക്ക് സമാധാനമുണ്ട്. എല്ലാവരും തലകളെ വണക്കുക. ദൈവത്തിന്റെ ശക്തിയെ അനുഭവിച്ചു കൊണ്ടുപോകാം. നിന്റെ ഹൃദയത്തിന്റെ വേദനകളിൽ നിന്ന്, മാനസികമായ ദുഃഖങ്ങളിൽ നിന്ന്, കുടുംബ പ്രശ്നങ്ങളിൽ നിന്ന്, നിനക്ക് വരേണ്ടതായ നിന്ദയുടെയും അപമാനത്തിന്റെയും സകല പ്രതികൂലത്തിൽ നിന്നും നിന്നെ വിടുവിക്കുന്നതിന് വേണ്ടിയാണ് യേശുക്രിസ്തു അവയെ വഹിച്ചതെന്ന് വിശ്വസിക്കുക. ഓർക്കുക, തീർച്ചയായിട്ടും ഒരു അത്ഭുതം നിന്റെ ജീവിതത്തിൽ നടക്കും. പ്രാർത്ഥന. പരിശുദ്ധനായ സ്നേഹമുള്ള പിതാവേ, 2000-ൽ പരം വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ ജനിക്കുന്നതിന് മുൻപ് തന്നെ ഞങ്ങൾക്ക് വേണ്ടി ചെയ്തതായ ഈ വലിയ യാഗത്തെക്കുറിച്ച് വീണ്ടും ഒരിക്കൽ കൂടി ഞങ്ങളുടെ കൺമുൻപിൽ നീ വരച്ചു കാട്ടിയതിനായിട്ട് നന്ദി കരയറ്റുകയാണ്. ഇതൊരു കെട്ടുകഥയല്ലാതെ ഇത് വാസ്തവമാണ്, സത്യമാണ് എന്നത് ഞങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് അവിശ്വാസികളാകാതെ വിശ്വാസികളായിട്ട് നിന്നിൽ പൂർണ്ണമായിട്ട് വിശ്വസിക്കുവാൻ, നിങ്ങളിലേക്ക് നോക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. കല്ലുപോലുള്ള എല്ലാ ഹൃദയങ്ങളെയും നസ്രയനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഉടയ്ക്കുകയാണ് കർത്താവേ. വീണു കിടക്കുന്നതായ എല്ലാവരെയും നസ്രയനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എഴുന്നേൽപ്പിക്കുകയാണ് ദൈവമേ. ദുഃഖത്താൽ നിറയപ്പെട്ടുകൊണ്ട്, വേദനയാൽ നിറയപ്പെട്ടുകൊണ്ട്, ജീവിതത്തിൽ സമാധാനമില്ലാത്തവരായി ജീവിതത്തെ താറുമാറാക്കിയവർക്ക് നസ്രയനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വിടുതൽ ഉണ്ടാകുമാറാകട്ടെ. പാപം മൂലമുണ്ടാകുന്നതായ ശിക്ഷയെ മുറുകെ പിടിച്ചുകൊണ്ട് എന്തു ചെയ്യണമെന്നറിയാതെ ജീവിതത്തിൽ ഒരു ഗതിയുമില്ലാത്തവരായി, കണ്ണുനീരോടുകൂടി, ദുഃഖത്തോടുകൂടി, കലഹത്തോടുകൂടി തകർന്നിരിക്കുന്നതായ കുടുംബങ്ങളെ നസ്രയനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വിടുവിക്കുകയാണ് ദൈവമേ. കാൽവരി ക്രൂശിൽ നിന്നൊഴുകിക്കൊണ്ടിരിക്കുന്ന ആ ക്രൂശിലെ രക്തപ്രവാഹത്തിൽ ഇവിടെയായിരിക്കുന്ന സകല മക്കളെയും കഴുകുമാറാകണമേ അപ്പ. അവരുടെ ജീവിതങ്ങളെ ശുദ്ധീകരിക്കുമാറാകണമേ.
യേശുക്രിസ്തുവിന്റെ രക്തത്തിൽ എത്രത്തോളം ശക്തിയുണ്ടെന്ന് മനസ്സിലാക്കുവാൻ കർത്താവേ, ഈ ദിവസം നിന്റെ രക്തത്താൽ ഞങ്ങളുടെ ഹൃദയങ്ങളെ എല്ലാം നീ കഴുകി ശുദ്ധീകരിക്കണമേ. വലിയ വിടുതൽ നൽകുമാറാകണമേ. കുഞ്ഞാടിന്റെ രക്തത്താൽ, ശ്രേഷ്ഠമായ ക്രിസ്തുവിന്റെ രക്തത്താൽ ഞങ്ങൾ കഴുകപ്പെട്ടുവെന്നും ഒരിക്കലും ഞങ്ങൾ ഇനി പാപത്തിന് അടിമകളായിട്ട് ജീവിക്കാതെ, ഒരിക്കലും പിശാചിന് കീഴ്പ്പെട്ടു പോകാതെ ജീവിക്കുമെന്നുള്ള തീരുമാനത്താൽ പോകാൻ സഹായിക്കണമേ എന്ന് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. യേശുവേ, 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 യേശുവേ. നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും, നീ മാത്രം രാജാവെന്നും. നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും, നീ മാത്രം രാജാവെന്നും. യേശുവേ, 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 യേശുവേ.